എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പവിത്രാട്ടൻ്റെ വക പാർട്ടിയാണ്. പവിത്രാട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഓക്കെ, നമുക്ക് അല്ലൊസ്രയിൽ നിന്നുള്ള കുറച്ച് ഐറ്റംസ് ആണ്, ബിരിയാണി ഐറ്റംസ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെല്ലെ അടി തുടങ്ങാം. പവിത്രാട്ട, ഇത് നിങ്ങൾ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 24ാമത്തെ വെഡിങ് ആനിവേഴ്സറി. 24ാമത്തിൻ്റെ ഇതാണ് പാർട്ടിയാണല്ലേ? നാട്ടിൽ തന്നെ ആഘോഷിക്കല്ലേ? നാട്ടിൽ ഉണ്ടാകാറില്ല, പലപ്പോഴും ഇവിടെ തന്നെയാണ്. എത്ര ഉള്ള നാട്ടിൽ ആഘോഷിച്ചിനി? നാട്ടിൽ ഒരിക്കലും ഉണ്ടായില്ല, എപ്പോഴും ഇവിടെ തന്നെ. ഇതുവരെ വെഡിങ് ആനിവേഴ്സറി നാട്ടിൽ ആഘോഷിച്ചിട്ടാ? അതന്നെ പ്രവാസ ജീവിതം അല്ലേ? നാട്ടിലിങ്ങ പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്ര അല്ലേ? പേരാമ്പ്ര പ്രോപ്പർ. അതെ. അടുത്തെങ്കിലും നാട്ടിൽ ആഘോഷിക്കാൻ വേണ്ടി പറ്റിട്ടല്ലേ? അടുത്തെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ. 30 വർഷമായി ഗൾഫ് ജീവിതം. ഇനി നാട് പിടിക്കണമെന്ന ആഗ്രഹം. എത്ര കാലം ഇങ്ങനെ പ്രവാസിയായി ജീവിക്കാം, നോക്കട്ടെ. നമ്മൾ ഈ സന്തോഷത്തിനിടക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു തിരുവനന്തപുരത്തിന്റെ വലിയൊരു ദുരിതം കാണുന്നില്ലേ? അത് വലിയ ഒരു വിഷയമായിപ്പോയി. കാരണം അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ കേരളം പോലെയെന്നല്ല, മുമ്പെല്ലാം നമ്മൾ പ്രസംഗിക്കുമ്പോൾ വലിയ നേതാക്കന്മാരൊക്കെ പറയുന്ന ഇവിടെ ആസാമിൽ അങ്ങനെ സംഭവിച്ചു, ബീഹാറിൽ അങ്ങനെ കുത്തിക്കൊന്നു, ഒറീസയിൽ 2 കുട്ടികളെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ഇതെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ കേരളം വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. ഈ രീതിയിലാകുമ്പോൾ അതൊരു പണ്ടേ കേരളത്തിലെ ആൾക്കാർക്ക് ഈ ബീഹാറിനെ കുറ്റപ്പെടുത്തിയിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തി നമ്മുടെ ഭയങ്കരമാണ് എന്നൊക്കെ ഒരു അഹംഭാവം തന്നെ ഞാൻ പറയും. തീർച്ചയായിട്ടും. കാരണം എല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വരലായി തിരിച്ചു. ഇത്രമാത്രം വിദ്യാഭ്യാസ സമ്പന്നനായ ഉള്ള ആൾക്കാരെല്ലാം പോയി ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അതൊന്നും കൃത്യരീതിയിൽ എത്താൻ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ പുതിയ തലമുറയിലെ വിദ്യാഭ്യാസ രീതികൾ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന്റെയും ഇത്രയും ഒരു മനുഷ്യനെ സ്വാധീനിക്കുമോ? മയക്കുമരുന്നൊക്കെ വെറുതെ മയക്കുമരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിവിടാതെ ഇതിനൊക്കെ ഓരോരുത്തർ ഉത്തരവാദികളാണ്. എല്ലാത്തിലും എന്ത് സംഭവിച്ചാലും മയക്കുമരുന്നിന്റെ കുറ്റം, സിനിമകളെ കുറ്റം, മദ്യത്തിന്റെ കുറ്റം കുറ്റം പറഞ്ഞ് വളരെ തടിയൂരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും ഉത്തരവാദികളാണ് ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ. അപ്പൊ ഈ വിഷയത്തെ മാധ്യമങ്ങള് ഭയങ്കരമായിട്ടും ഒരുമാതിരി അവർക്ക് റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. കാരണം ഈ മരിച്ച അനിയൻകുട്ടി ഉണ്ടല്ലോ, അവൻ സ്കൂളിൽ പോകുന്നത്, അവൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ വീഡിയോ, അവൻ മന്തി കഴിക്കാൻ പോകുന്ന വീഡിയോ, ഇങ്ങനെ ഓരോ ഇതിലുണ്ടായിട്ട് ഭയങ്കര ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു മരണം വന്നാൽ എന്തെങ്കിലും ട്രാജഡി നടന്നാൽ ഭയങ്കര മാധ്യമങ്ങൾക്ക് ഒരു ചാകര എന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇതിനൊക്കെ എത്ര ദിവസം നമ്മളിത് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യും? ഇപ്പോൾ എത്രാട്ടാ ഈ വിഷയം? കുറേ ദിവസം ഉണ്ടാവും. ഒരു 2 ദിവസം, 3 ദിവസം, 4 ദിവസം. നമ്മളെ ഗൗരവമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അതിന്റെ അടിയിൽ. അത് കഴിഞ്ഞാലോ? ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് കൂടുതൽ ചർച്ച ചെയ്യുന്നതാണോ പറയുന്നത്? ഒരു 4 ദിവസം കഴിഞ്ഞ് ഇത് ചർച്ച ഉണ്ടാവുക അവരടുത്ത വിഷയത്തിലേക്ക് വരുമ്പോഴല്ലേ? കണ്ണൂർ തഹസിൽദാർ ആത്മഹത്യ ചെയ്തില്ലേ? എത്ര ദിവസം ചർച്ച ചെയ്യണ്ട? ഇനിയിപ്പോൾ ഉണ്ട്, അതിനൊന്നും കേൾക്കാനുണ്ട്. ആ കേസ് എവിടം വരെ ആയിരുന്നുള്ള ആയിരിക്കും എന്നുള്ള അറിയാം. അതിന് ശേഷം എന്തെല്ലാം വിഷയം നടന്നു? എന്തെങ്കിലും ഒരു ചർച്ചയുണ്ടോ ഇപ്പോൾ? ആൾക്കാരെല്ലാം പുതിയ പുതിയ വിഷയങ്ങൾ കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോവുക. അങ്ങനെ പുതിയ വിഷയങ്ങളിലേക്ക് പോകണ്ടെന്നല്ല, പഴയതിനെ മൊത്തം വിസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്നേരമുള്ള ഒരു ലാഭം മൊത്തമേ ഉള്ളൂ. ബെസ്റ്റ് ബിരിയാണിയൊക്കെ. ബാക്ക് ടു ദ ടോപ്പിക്. ഇപ്പോൾ കേരളത്തിൽ ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളില്ലാണ്ട് കേട്ടല്ലേ? തീർച്ചയായിട്ടും. ഇനി ഇതുപോലെ ചെയ്യാൻ മനസ്സിൽ ആലോചിക്കുന്നവരോട്, മനസ്സിലിങ്ങനെ ഇതുപോലെ ചിന്തകൾ വെച്ച് നടക്കുന്ന കുട്ടികളോടും വലിയവരോടൊക്കെ പറയാനുള്ളത്, ദയവായി ചിന്തിക്കുക. നമ്മുടെ ജീവിതം എന്താണ്, എന്തിനാണ് നമ്മൾ വന്നത്? പ്രശ്നമില്ലാത്ത, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം നിലവിൽ ലോകത്തൊന്നുമില്ല. അതിനെല്ലാം ഉദാഹരണമാണ് നമ്മളെല്ലാവരും. എല്ലാം ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഇതൊക്കെ ചിന്തിക്കും. ഒരു ട്രിപ്പ് പോവുക, ഒരു യാത്ര പോവുക, ഒന്ന് ചിന്തിക്കുക, എന്തിനാണ് നമ്മൾ എവിടുന്നാ വന്നത്, എന്താ കാര്യങ്ങൾ ചിന്തിക്കുക, ഒന്ന് റീഫ്രഷ് ആവുക. പല വഴികളുണ്ട് ഇന്ന്.
അതൊന്നും ചിന്തിക്കാതെ അപ്പത്തോടെ അത് തോന്നലിനകത്ത് എടുത്ത് ചാടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾ ആത്മഹത്യ ചെയ്യാൻ മെനക്കെടിയില്ല. അതാണ് ഒരു നിമിഷം പോലും ആലോചിക്കാതെയാണ് ആത്മഹത്യയിലേക്ക് അതെ വഴിമാറിപ്പോകുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ വന്നിട്ട് നമുക്ക് ഒരുപോലെ ഇതുപോലെ നിന്നിട്ട് ബിരിയാണിയെല്ലാം അടിക്കാം, വർത്തമാനങ്ങൾ പറയാം, സംസാരിക്കാം, ഒരുപാട് കാലം മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.